ഒരുപാട് തവണ ഈ ബ്രില്യന്റിന്റെ ആ സ്ക്രീനിലൊക്കെ വന്ന ഒരാളാണ്. ഒരു 10,000 കുട്ടികളൊക്കെ എഴുതുന്നതിൽ ഫസ്റ്റ് റാങ്ക് ഒക്കെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടൊരു സാധിക്കുള്ളൂ. ഹലോ ആൾ, നമ്മളെ കൂടെ ഉള്ളത് സിദ്ദീഖാണ്. ബ്രില്യന്റിൽ ഒരുപാട് ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയ ഒരാളാണ്. മോഡൽ എക്സാമിലൊക്കെ ഒരുപാട് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു 1 വീക്ക് സ്ട്രാറ്റജി ചോദിക്കാം. സിദ്ദീഖ്, ലാസ്റ്റ് 1 വീക്കിൽ എന്താണ് ഏറ്റവും കൂടുതലായിട്ട് എന്താ സ്റ്റുഡൻസ് ചെയ്യേണ്ടത്? ലാസ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്തതിന്റെ കാര്യം പറയുമ്പോൾ എല്ലാത്തിനും ഷോർട്ട് നോട്ട് ഉണ്ടാക്കി. അപ്പൊ എല്ലാ ദിവസവും അത് റിവൈസ് ചെയ്യുന്നത്. ഡെയിലി ഫുൾ ചാപ്റ്റർ റിവൈസ് ചെയ്യുമോ? ഫുൾ ചാപ്റ്ററില്ല, ഫിസിക്സ് കെമിസ്ട്രി ഏകദേശം ഒരു പകുതിയിലും ചെയ്യും. ബയോളജി പിന്നെ NCERT വായിച്ചു പോകും. പിന്നെ ഡെയിലി 2 പേപ്പറെങ്കിലും നീറ്റിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. ബ്രില്യന്റ് തന്നെ അപ്പോൾ അത് ചെയ്ത് പോകാൻ. പിന്നെ ഒരു എക്സാം ഉണ്ടാവും, അതും ചെയ്ത് പോകും. അപ്പോൾ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ ഡെയിലി 2 പേപ്പർ ചെയ്യാന്ന് പറയുമ്പോൾ ടൈം വെച്ചിട്ടാണ് എക്സാം രീതിയിലാണ് അതോ വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാനോ ഓരോ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇങ്ങനെ സോൾവ് ചെയ്ത് പോകാൻ അതോ എക്സാം രീതിയിൽ ടൈം വെച്ചിട്ടാണ് ചെയ്യുന്നത്? എക്സാം രീതിയിൽ ടൈം വെച്ചിട്ട് രാവിലെ ഒരു നേരത്തെ ചെയ്യും, ഒരു 8 മണി സമയത്ത് തന്നെ ചെയ്യും. പിന്നെ ബ്രില്യന്റ് ടൈം എക്സാം ഒരു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഒഴിവിനനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ നോക്കും. അപ്പോൾ ഇത് അനലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കില്ല. അപ്പോൾ അതിന്റെ കൂടെ എങ്ങനെ റിവിഷനും കൊണ്ടുപോകും? അപ്പോൾ ബയോളജി റീഡ് ചെയ്യണം. ബയോളജി എങ്ങനെ റീഡ് ചെയ്തിരുന്നത്? ഡെയിലി റീഡ് ചെയ്തിരുന്നോ അതോ ലാസ്റ്റിലേക്കാണോ? അല്ല, ഡെയിലി നോക്കിയത്. കാരണം NCERT ആയതുകൊണ്ട് ഡെയിലി നോക്കേണ്ടത്. ഫുള്ള് നോക്കാൻ കഴിയില്ല, പക്ഷെ കുറച്ച് നോക്കാൻ പോയി. കാരണം ടച്ച് വിട്ട് പോയി പിന്നെ ഭയങ്കര പ്രശ്നം, അതുകൊണ്ട് ഡെയിലി നോക്കിയത്. അപ്പോൾ ഒരു ദിവസത്തെ ഷെഡ്യൂൾ എങ്ങനെയാണ്? കറക്റ്റ് ഷെഡ്യൂൾ ഇപ്പോൾ രാവിലെ എപ്പോഴാണ് എണീക്കുക? അതിന്റെ ആ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യും. രാവിലെ ഒരു 5 മണിയാകുമ്പോൾ രാവിലെ ഒരു 6 മണി വരെയൊക്കെ ഇതേപോലെ റിവിഷൻ കൊണ്ടുപോകും. ഷോർട്ട് നോട്ട് നോക്കും. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ചാപ്റ്റർ നോക്കും, ബയോളജി. അത് ഫുൾ കംപ്ലീറ്റ്ലി റീഡ് ചെയ്യാം, ഫുള്ള്. പിന്നെ ഒരു 8 മണി ഞാൻ പറഞ്ഞ പോലെ എക്സാം ചെയ്ത് നോക്കും, ടൈം വെച്ചിട്ട് നോക്കും. ചിലപ്പോൾ ഏകദേശം നേരത്തെ തീരും. പിന്നെ അതിനനുസരിച്ച് കീ നോക്കിയിട്ട് എത്രത്തോളം ശരിയുണ്ട് അങ്ങനെ സ്വന്തമായിട്ട് തന്നെ വിലയിരുത്തും. പിന്നെ പിന്നെ കുറച്ച് നേരം ടൈം ഉണ്ടല്ലോ, ഉച്ചവരെയൊക്കെ. ബ്രില്യന്റിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഉണ്ട്. ടൈം വരെ ഇതേപോലെ റിവൈസ് ചെയ്യും, ഇക്വേഷൻസ് ഒക്കെ നോക്കും. കാരണം അതൊരു പേപ്പറിൽ തന്നെ ഷോർട്ടൊക്കെ എഴുതിച്ചിട്ടുണ്ട്. അപ്പം എല്ലാം വേഗം കവർ ചെയ്ത് പോകും. പിന്നെ ബ്രില്യന്റ് എക്സാം. പിന്നെ അതിനുശേഷം പിന്നെ ടൈം ഉണ്ട്, പറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യും. പിന്നെ രാത്രി ഒരു 9-10 മണിയാകുമ്പോൾ കിടക്കാൻ നോക്കും. അപ്പോൾ അതിനെല്ലാം ഒരു 7 മണിക്കൂർ, 6 to 7 മണിക്കൂർ ഉറക്കം ഡെയിലി ഇല്ലേനോ? 6 മണിക്കൂർ കറക്റ്റായിട്ട് ഉറങ്ങും. പിന്നെ ഈ മറ്റേ ഒരുപാട് തവണ ഈ ബ്രില്യന്റിന്റെ ആ സ്ക്രീനിലൊക്കെ വന്ന ഒരാളാണ്. അപ്പൊ അതൊക്കെ വരുമ്പോൾ മോട്ടിവേഷൻ ഉണ്ടാവും അതോ എങ്ങനെയാണ്? അല്ലേ, അത്രയും സ്റ്റുഡൻസ് എഴുതുന്ന ഒരു എക്സാം അല്ലേ? ഒരു 10,000 കുട്ടികളൊക്കെ എഴുതുന്നതിൽ ഫസ്റ്റ് റാങ്ക് ഒക്കെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ കൊണ്ടൊരു സാധിക്കുള്ളൂ. അതിന്റെ ഒരു ഇതെന്താണ്? എക്സാം സിമ്പിൾ ആയിരുന്നു, അങ്ങനെ കിട്ടിയ. പക്ഷെ എക്സാം സിമ്പിൾ ആയാലും ഫസ്റ്റ് റാങ്ക് എന്നാ ഒരുപാട് പേർക്ക് വരേണ്ടത്. എനിക്ക് മാത്രമേ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ളൂ. അല്ല, അന്ന് കുറെ ആൾക്കാർ കിട്ടിയിട്ടുണ്ടോ? അന്ന് കുറെ ആൾക്കാർ കിട്ടിയിട്ടുണ്ട്. അന്ന് പിന്നെ അന്നാണ് ആദ്യമായിട്ട് ഞാൻ ബയോളജിക്ക് ഫുൾ മാർക്ക് വാങ്ങിയത്. 360-ൽ 360 വാങ്ങി. അതിനിടെ ഞാൻ ഫുൾ മാർക്ക് ബയോളജിക്ക് വാങ്ങിയിട്ടില്ല. അപ്പൊ അന്നതുകൊണ്ട് അങ്ങനെ കിട്ടിയതേക്കാരം. ഇപ്പൊ സിദ്ദീഖേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ നീറ്റ് ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ MBBS അഡ്മിഷൻ കിട്ടി. അപ്പോ നമുക്ക് നീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 1 to 2 ഇയർ കംപ്ലീറ്റ്ലി പഠിച്ചിട്ടൊക്കെയാണ് നീറ്റ് കിട്ടിയത്. പക്ഷെ ഇപ്പൊ MBBS നീറ്റും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതിനാണ് കൂടുതൽ പഠിക്കാനുള്ളത്? അതായത് MBBS എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ മാത്രം എക്സാം കഴിഞ്ഞിട്ടുള്ളൂ, ഇപ്പൊ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏതാണ് ഒന്നും കൂടി ടഫായിട്ട് തോന്നിയത്? പഠിക്കാൻ കൂടുതൽ എന്ന് പറയുമ്പോൾ MBBS തന്നെ. കണ്ടന്റ് കൂടുതലുണ്ട്, പക്ഷെ എന്താ വെച്ചാല് കുറച്ചുകൂടെ സ്ട്രെസ് ഫ്രീ ആണ്. ഒരു എൻജോയ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ നീറ്റിന് ഡെയിലി പഠിക്കും, അങ്ങനത്തെ ഡെയിലി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഠിച്ചാൽ അത്രയും നല്ലതാണ്, പക്ഷെ അല്ലെങ്കിലും പഠിക്കാൻ കഴിയും. ഒരു ഫ്രീ ടൈം ഉണ്ടാവും. പക്ഷെ നീറ്റ് ആകുമ്പോൾ അങ്ങനെയല്ല, കോമ്പറ്റീഷനാണ് കൂടുതൽ. അതിനനുസരിച്ച് നല്ല ടഫ് ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. പിന്നെ ലാസ്റ്റ് ടൈമിൽ സ്റ്റുഡൻസിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തെങ്കിലും ഉണ്ടോ? ലാസ്റ്റ് ഒരു 7 days എന്താണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന സ്റ്റുഡൻസിന് കൊടുക്കാനുള്ളത്? ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട് വീഡിയോ, ഒരുപാട് പേര് ടെൻഷനിലാണ്. അപ്പൊ അവർക്കൊക്കെ എന്താണ് കൊടുക്കാൻ പറ്റുക? ലാസ്റ്റ് എന്താ വെച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ആ സ്ട്രൈറ്റ് ഭാഗത്ത് തന്നെ പോവാ, DVT നിൽക്കരുത്. കാരണം ലാസ്റ്റത്തെ സമയമാണ്, നല്ല നോക്കുക, റിവിഷൻ ചെയ്യാം, കിട്ടും. പിന്നെ വേറൊരു കാര്യം, ഈ ഡേ ബിഫോർ എക്സാം ഉണ്ടല്ലോ, അന്ന് എന്താ ചെയ്യേണ്ടത് ശരിക്കും? അന്നൊരു നമ്മള് മര്യാദ അന്ന് ഒരുപാട് ടൈം അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ റിവിഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മറന്നുപോയ കാര്യങ്ങളൊക്കെ റീകളക്ട് ആവും. അപ്പൊ അന്ന് എക്സാമിനൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അന്ന് ഈ എന്താ ചെയ്തിരുന്നത്? ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിരുന്നു എല്ലാത്തിനും പറഞ്ഞല്ലോ. അപ്പൊ അത് ഫിസിക്സ് കെമിസ്ട്രി വേഗം നോക്കി തീരും. ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ തന്നെ എല്ലാം നോക്കി തീരും. കാരണം അത്രയും ഷോർട്ട് ആക്കിയിട്ട് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ബയോളജി ആയിട്ട് കുറച്ച് ടൈം എടുത്തിരുന്നത്. ബയോളജി കുറെയൊക്കെ പോയിന്റ് മിസ്സാണ്, പോയിന്റ് ഒക്കെ ഞാൻ ഇതിൽ എഴുതി ചെയ്തത്. അപ്പൊ അത് നോക്കിയത്. അപ്പൊ തന്നെ എക്സാമിന്റെ തലേന്ന് തന്നെ ഏകദേശം ഒരു ഫ്രീ ചെയ്യുന്ന ഞാൻ. അത്ര വലിയ ടെൻഷനോ കാര്യങ്ങളോ. ഒരുപാട് പേര് എക്സാമിന്റെ തലേദിവസം പഠിക്കലില്ല, അങ്ങനത്തെ ഇതുണ്ട്. പക്ഷെ ഞാനൊക്കെ എക്സാമിന്റെ തലേദിവസം നോക്കിയിരുന്നു. പിന്നെ എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
എക്സാമിലൊക്കെ നല്ല ടെൻഷൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് എഴുതി കഴിയോളം വരെ 5 മണി 5:20 വരെ നല്ല ടെൻഷൻ. ടെൻഷൻ. ഇപ്പോ എന്താ വെച്ചാല് 3 മണിക്കൂർ എക്സാം ഉള്ളൂ, 180 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അത് അറിഞ്ഞോ? ഇല്ല അത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 180 ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒന്നും കൂടി എക്സാം എന്താ ടഫ് ആവാനാണോ ഈസി ആവാനാണോ ചാൻസ് കൂടുതൽ? എനിക്ക് തോന്നുന്നു ടഫ് ആവാനാണ് ചാൻസ് കൂടുതൽ. 180 ക്വസ്റ്റ്യനിൽ ആ ഫുൾ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാം. നമുക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടായിരുന്നു. നമുക്ക് ഓപ്ഷൻ ശരിയാ. അപ്പൊ അത് ഒന്നുകൂടി ഒരു കാര്യം ഉഷാറാക്കി എഴുതണം അല്ലേ, എന്നാലേ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടൈമാണ് പ്രശ്നം. ടൈം നോക്കാം. മറ്റേ ഓപ്ഷൻസ് ഉണ്ടാവും, ടൈം പോകും. നമുക്ക് ഇത്രയും ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പൊ അതും കൂടെ നോക്കാനുള്ള ടൈം പോകും. കാരണം ഇത് എഴുതണോ അത് എഴുതണോ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് അങ്ങനെയല്ലോ, 10 ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതിയല്ലോ. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ ചിന്തിക്കാം. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. സിദ്ദീഖിന്റെ ഓരോ സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബ്രില്യന്റിൽ ടോപ്പറായിട്ട് വന്നൊരു സ്റ്റുഡന്റ് ആണിത്. അപ്പോൾ ഇവന്റെ ഓരോ സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്.